ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ മഹ്ശറയിൽ യുജാഉ ബിനൂഹിൻ അലൈഹിസ്സലാം യൗമൽ ഖിയാമത്തി. ഇത് മിഷ്കാത്ത് 485 പേജ് നോക്കിയാൽ കാണും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരപ്പെടും. ഫയുഖാലു ലഹു ഹൽ ബല്ലഗ്ത, ചോദിക്കും മൂപ്പരോട്, ഞാൻ പറഞ്ഞ ദൗത്യങ്ങളൊക്കെ, ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ നിങ്ങൾ നിർവഹിച്ചോ? അങ്ങയുടെ ഉമ്മത്തിന് സത്യാദർശങ്ങൾ മനസ്സിലാക്കി കൊടുത്തോ? ഫയഖൂലു നഅം, അതെ അല്ലാഹുവേ, ഞാനെല്ലാം നിർവഹിച്ചു. അങ്ങനെ പിന്നീട് ഫതുസ്അലു ഉമ്മത്തുഹു, ഉമ്മത്തിനോട് ചോദ്യം ചെയ്യപ്പെടും. എന്താ? ഹൽ ബല്ലഗക്കും, നിങ്ങളെ പ്രവാചകൻ നൂഹ് നബി നിങ്ങൾക്ക് റിസാലത്ത് എത്തിച്ചോ? ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച പണികൾ ചെയ്തോ? യഖൂലൂന, അവർ പറയും, മാ ജാഅനാ മിൻ നദീർ, ഞങ്ങൾക്ക് ഒരു താക്കീതുകാരും വന്നിട്ടില്ല. പച്ചക്കള്ളം. ഈ കള്ളം പറഞ്ഞ എവിടെയാണ്? അള്ളാൻ്റെ മുമ്പിലാണ്. ഒന്നും നടക്കില്ല മക്കളെ. ഞങ്ങൾക്കൊരു താക്കീതുകാരനും വന്നിട്ടില്ല. അപ്പോൾ പറയപ്പെടും, മൻ ശുഹൂദുക, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഞാൻ പ്രബോധനം ചെയ്തിട്ടുണ്ട്. ഉമ്മത്ത് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ബഹുമാനപ്പെട്ടവരോട് ചോദിക്കും, അങ്ങനെ നിങ്ങൾ പ്രബോധനം ചെയ്തിട്ടുണ്ടെങ്കിൽ മൻ ശുഹൂദുക, നിങ്ങളെ സാക്ഷികളാരാണ്? ആ സമയത്ത് ഫയഖൂലു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മത്തു, ആരാ? നമ്മളെ നബി, മുത്ത് നബിയും ആ നബിയുടെ സമുദായമായ നമ്മളുമാണ് സാക്ഷികൾ. മാഷാ അല്ലാ, നാളെ ആഖിറത്തിൽ നമ്മളെ സ്ഥാനം എന്താ? മുൻകാല പ്രവാചകന്മാർ അവരവരുടെ സമുദായത്തിന് റിസാലത്തെല്ലാം എത്തിച്ചു എന്ന സാക്ഷികൾ നമ്മളാ. അപ്പോൾ നമ്മൾ നല്ല മനുഷ്യന്മാരാവണം, സാക്ഷികൾ നീതിമാന്മാരാവണ്ടേ. അങ്ങനെ എന്ത് ചെയ്യും? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറയാ, അങ്ങനെ ഫൈജാഉ ബിക്കും, എൻ്റെ ഉമ്മത്തെ നിങ്ങളെ കൊണ്ടുവരപ്പെടും. ഫതഷ്ഹദൂന അന്നഹു ഖദ് ബല്ലഗ, അങ്ങനെ നിങ്ങൾ സാക്ഷി നിൽക്കും, നൂഹ് നബി തൻ്റെ സമുദായത്തെ സമുദ്ധരിച്ചിരിക്കുന്നു, അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അവരുടെ പച്ചക്കള്ളം, നൂഹ് നബിൻ്റെ ഉമ്മത്തിൻ്റെ പച്ചക്കള്ളം പൊളിച്ചടക്കും. ആര്? മുത്തിൻ്റെ ഉമ്മത്തായ നാം. മാഷാ അല്ലാ, ആ മുത്ത് ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമിതാ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സഫറാണ്. സഫർ കഴിഞ്ഞാൽ പുണ്യ പറയപ്പെടുന്ന റബീഉൽ അവ്വല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞ് റസൂൽ പിന്നെ ഓതി, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ. വകദാലിക, അതേ പ്രകാരം, ജഅൽനാക്കും, നാം നിങ്ങളെ ആക്കി, ഉമ്മത്തം വസത്തോ, നീതിയുക്തമായൊരു ജനതയാക്കി, നീതിയുള്ളവരാക്കി മാറ്റി. ആരെ? നമ്മളെ. എന്തിനു വേണ്ടി? ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. അടണ്ടോ?
ആ ജനങ്ങളെ മേൽ നിങ്ങൾ സാക്ഷി, മുൻകാല പ്രവാചകന്മാരുടെ ഉമ്മത്തിന് സാക്ഷികളാവാൻ വേണ്ടി. മാഷാ അല്ലാ. ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് സ്ഥാനം കിട്ടിയത്? ഹമാരാ നബിക മഖാം ഹേ, നമ്മളെ നബിൻ്റെ മഖാമും ദറജ കൊണ്ടുമാണ് നമുക്ക് ഈ സ്ഥാനം കിട്ടിയത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പം വീണ്ടും ചോദിക്കും അവർ, നമ്മളെ ചോദ്യം ചെയ്യും, എടോ ഞങ്ങളൊക്കെ വന്നത് നിങ്ങളെ മുൻപാണല്ലോ, നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? ഞങ്ങൾക്ക് നൂഹ് നബി പ്രബോധനം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പറയും, എടാ ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾ നബിയാണ്, സ്വാദിഖുൽ മസ്ദൂഖായ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ, വയകൂനുർ റസൂലു അലൈക്കും ഷഹീദാ, വയകൂനുർ റസൂലു അലൈക്കും ഷഹീദാ. പിന്നെ ഞമ്മക്ക് സാക്ഷിയോ? നമ്മളെ ഹബീബ്. മാഷാ അല്ലാഹ്, നമ്മളെ എത്ര അനുഗ്രഹീതരാണ്. നമ്മളെ നേതാവാരാ? ഹമാരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്തോഷിക്കണം നമ്മൾ. പണ്ടൊരു മഹാൻ പറഞ്ഞില്ലേ, ഞാൻ സുറയ്യ നക്ഷത്രോട് അടുത്തായി. എന്തേ കാരണം? യാ ഇബാദി എന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാനും പെട്ടില്ല. അള്ളാഹ് പറയാം, എൻ്റെ അടിമകളായി ഞാനും പെട്ടില്ല. പിന്നെ ഞങ്ങളെ നബി മുഹമ്മദ് നബി അഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മുത്ത് ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ഈ അടുത്തു വരുന്നത്. ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ കാരണം മുത്തല്ലേ എന്നു മാത്രമല്ല, ഹബീബല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം. ആ ക്ഷണത്തിൽ നിന്നല്ലേ ബാക്കിയുള്ള എല്ലാം പടച്ചത്. നാളെ ആഖിറത്തിൽ ഒരു കൂസലുമില്ലാതെ എല്ലാവരും അവനാൻ്റെ നഫ്സി 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 എന്ന് പറഞ്ഞോടി നടക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം ഉമ്മത്തിയ ഉമ്മത്തിയ ഉമ്മത്തി. അതാരാ? നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മക്കുള്ള ആകെ പ്രതീക്ഷ, അവലംബം, മുഅ്തമദ് ആരാണ്? നമ്മളെ മുത്തുനബി അല്ലേ? സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സ്വലാത്ത് മുറബ്ബിയായ ശൈഖിൻ്റെ സ്ഥാനത്ത് നിൽക്കും നമ്മൾ അയിമ്മത്ത് പഠിപ്പിക്കുന്നു. മാഷാ അല്ലാഹ്, സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്.